മഹോന്നതനാം കർത്തനെ നിൻ മഹിമകളോർത്ത് കൊണ്ട് ആർത്തു പാടുന്നങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മഹോന്നതനാം കർത്തനെ നിൻ മഹിമകളോർത്തു കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചാമോദാൽ സ്തുതിച്ചിടുന്നേ. ആരാധനയ്ക്ക് യോഗ്യനെ ചാമോദാൽ സ്തുതിച്ചിടുന്നേ. ആരിലും ശ്രേഷ്ഠനാം നിൻ മഹത്വം വർണ്ണിപ്പാൻ കൃപ ചൊരിയണമേ. ആർത്തു പാടുന്നങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മഹോന്നതനാം കർത്തനെ നിൻ മഹിമകളോർത്തു കൊണ്ട്. എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ പെർഗമോസ് സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെർഗമോസ് സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പെർഗമോസ് പട്ടണം എങ്ങനെയുള്ളതായിരുന്നു, എന്തിൻ്റെ നടുവിലായിരുന്നു പെർഗമോസ് സഭ വസിച്ചിരുന്നത്. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ള ഇടം എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് അത് അറിയുമ്പോൾ, ഈ പെർഗമോസ് സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സാത്താൻ വസിച്ചിരുന്ന, സാത്താൻ വാണുകൊണ്ടിരുന്ന ഒരു സ്ഥലം, അതിൻ്റെ നടുവിലാണ് പെർഗമോസ്, അല്ലെങ്കിൽ ആ പെർഗമോസ് പട്ടണത്തിലെ കർത്താവിൻ്റെ സഭ പ്രവർത്തിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഏതെല്ലാം വിധത്തിലാണ് അവർ, ഇല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലാണ് ആ പട്ടണത്തിൽ സാത്താൻ വാഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സാത്താൻ അവിടെ വാണുകൊണ്ടിരുന്നത് ഏതെല്ലാം മേഖലയിലാണ് എന്ന് നമ്മൾ അതിൻ്റെ പശ്ചാത്തല പഠനത്തിൽ നമ്മൾ കാണുകയാണ്. ഒന്നാമത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് അവിടെ സാത്താൻ വാണുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അത് നമ്മൾ കാണുകയുണ്ടായി. ചക്രവർത്തിമാരെ ദൈവമായി ആരാധിക്കുന്ന ഒരു പട്ടണം, ഇല്ലെങ്കിൽ ചക്രവർത്തിയെ ദൈവവും കർത്താവുമായി ചക്രവർത്തിയെ ആരാധിക്കുവാൻ നിർബന്ധിക്കുകയാണ്, സമ്മർദ്ദം ചെലുത്തുകയാണ്. ദൈവം കർത്താവുമായിട്ട് ചക്രവർത്തി ആരാധിക്കപ്പെടുന്ന ഒരു പട്ടണം. അപ്പോൾ അവിടെ പിശാച് ആ മേഖലയിൽ വിജയം വരിക്കുകയാണ്. അവിടെ പിശാച് ആ മേഖലയിൽ പിശാച് അവിടെ വാഴുകയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നു, മതപരമായിട്ട് സാത്താനെ ആ പട്ടണം വാഴിച്ചിരിക്കുകയാണ്. മതപരമായിട്ട് എങ്ങനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും? അന്യദേവന്മാർ, അതായത് സിയൂസ് ദേവൻ, അവരുടെ ദേവന്മാരുടെ ദേവന്മാരായിട്ട് റോമക്കാരെ സിയൂസിനെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ സിയൂസിൻ്റെ ഒരു വലിയ ആൾട്ടർ അവിടെ കാണാൻ സാധിക്കും. അവിടെ അതുകൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു മേഖലയാണ് ആസ്ക്ലപ്പിയോനെയൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ വിധത്തിലും അവിടെ മതപരമായി അവർ സാത്താൻ വാഴുകയാണ്. കാരണം യഥാർത്ഥ ദൈവം, ആകാശവും ഭൂമിയും സമുദ്രവും സർവവും സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ ഇല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നതിന് പകരം മഹത്വത്തിനും പുകഴ്ചയ്ക്കൊക്കെ യോഗ്യനായ ദൈവത്തെ മനുഷ്യൻ കാണുന്നതിന് പകരം, റോമലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ അവർ മൂഢരായിപ്പോയി എന്ന് പറയുന്നത്.
അതുപോലെ മനുഷ്യൻ്റെ ജീവിതം വെറും കെട്ടുകഥകളിലേക്കും വെറും സങ്കല്പത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ട് അവരുടെ സങ്കല്പത്തിൽ ഉളവാകുന്ന ദേവന്മാരെയും ദേവിമാരെയൊക്കെ ആരാധിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു പോവുകയാണ്. ഇവിടെ ആസ്ക്ലപ്പിയോൺ എന്ന് പറഞ്ഞ ഒരു സർപ്പത്താൽ ചുറ്റപ്പെട്ട ഒരു രൂപം, ആ ദൈവത്തെ അല്ലെങ്കിൽ അവരുടെ പിശാചുമായി ബന്ധപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു ദേവനെയാണ് അവരുടെ നാണയങ്ങളിൽ പോലൊക്കെ ഉണ്ടായിരുന്ന ആ ദേവൻ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് അത് കാണിക്കുന്നത് ആരോഗ്യത്തിൻ്റെ ഇല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ ദൈവമെന്നാണ് അവർ ആ ദേവനെ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സിറ്റിയൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ആ മേഖലയിലും സാത്താൻ അവിടെ വാഴുകയാണ്. കൂടാതെ നമ്മൾക്ക് മറ്റൊരു കാര്യം സാത്താൻ വാഴുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്, സാംസ്കാരികപരമായി അവർ സാത്താനെ വാഴിച്ചിരുന്നു. സാംസ്കാരികപരമായിട്ട് അപ്പോൾ സാംസ്കാരികപരമായിട്ട് എങ്ങനെ സാത്താൻ വാണു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടുത്തെ എഴുത്തുകൾ, അവിടുത്തെ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പിന്നെ അവിടുത്തെ കവികൾ, ഇവരിലൂടെയെല്ലാം മാധ്യമ പ്രവർത്തനങ്ങൾ, ഇതിലൂടെയെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ. പെർഗമോസ് ഒരു തീരദേശ പട്ടണമല്ല. അതേസമയത്ത് നമുക്ക് കാണാം സ്മിർണയും എഫെസസും തീരദേശ പട്ടണങ്ങളാണ്. കടലിനോട് അല്ലെങ്കിൽ സമുദ്രത്തോട് ചേർന്നുള്ളതാണ്, തുറമുഖ പട്ടണങ്ങളാണ്. അവയിൽ നിന്ന് ഒരു 15 മൈൽ മാറി മലഞ്ചെരുവിലുള്ള ഒരു പട്ടണം ആയതുകൊണ്ട് വ്യാപാര കാര്യത്തിൽ സ്മിർണയോടും എഫെസസിനോടും ജയിക്കാൻ പെർഗമോസിന് കഴിയില്ല, വ്യാപാര സംബന്ധമായിട്ട്. അപ്പോൾ അവിടെ അവർ ശ്രദ്ധിച്ചത് സംസ്കാരപരമായിട്ടുള്ള കാര്യത്തിലാണ്, സംസ്കാര സംബന്ധമായിട്ട്. സംസ്കാരത്തിൽ അവർ ശ്രദ്ധിച്ചു. അവരുടെ കവികൾ, അവരുടെ തത്വചിന്തകന്മാർ, അവരുടെ ശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ തുടങ്ങിയ ആളുകളാൽ പെർഗമോസിൻ്റെ ബഹുമതി അവിടെ അന്നത്തെ കാലത്ത് അലക്സാണ്ട്രിയ, അഥേന തുടങ്ങിയ രാജ്യങ്ങളെക്കാളും ഒക്കെ ഉയർന്നതായിരുന്നു, വലുതായിരുന്നു. അവർക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള ഒന്നാണ് അവരുടെ ഗ്രന്ഥശാല. അതായത് അത് ചരിത്രപ്രസിദ്ധമായ ഒന്നായിരുന്നു. അത് 2 ലക്ഷം വാല്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഇത്ര മികച്ചമായ ആ ഒരു നേട്ടത്തിൽ അനേകർക്ക് അസൂയ ഉണ്ടായിരുന്നു അവിടെ. പ്രത്യേകിച്ച് അസൂയ പൂണ്ട മിസ്രൈമിലെ അലക്സാണ്ട്രിയ ആസിയയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാപ്പിറസ് അയക്കാൻ അവരെ കൂട്ടാക്കിയില്ല. കാരണം ഇവരുടെ വളർച്ച കണ്ട് ആ കാര്യത്തിലേക്ക് അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനായിട്ട് അവർ പാപ്പിറസ് അയക്കാതെ ഇരുന്നു. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് പക്ഷേ ഇവർ പെർഗമോസ് മറ്റൊരു വിധത്തിലേക്ക് അവർ വളരുകയാണ് ചെയ്തത്. കാരണം പെർഗമോസിലുള്ള ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയിരുന്നില്ല. പുതിയ രീതിയായ ചർമ്മത്തിലേക്ക്, അതായത് തോലിലേക്ക് അവർ തിരികെയുണ്ടായി. അപ്പോൾ ഈ ചർമ്മപത്രം പാപ്പിറസ് പോലെ ചുരുട്ടുവാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അതായത് പരമ്പരാഗത ചുരുളുകൾക്ക് പകരം പേജുകളുള്ള പുസ്തക രൂപത്തിലേക്ക് രൂപം കൊടുത്തു. അതാണ് കോഡെക്സ് പുസ്തക രൂപം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് അവരുടെ ശാസ്ത്രജ്ഞന്മാർ ആ മേഖലയിലേക്ക് വളരുകയുണ്ടായി. കൂടാതെ പെർഗമോസിലെ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പട്ടണം, നമ്മൾ ആ മലഞ്ചെരുവിലുള്ള പട്ടണം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ 10,000 സീറ്റുകളുള്ള ഒരു അതിമനോഹരമായ തിയേറ്റർ അവിടെയുണ്ട്. അവരുടെ ആ ഒരു അതിമനോഹരമായ തിയേറ്റർ, ആ തിയേറ്ററിൽ അവിടുത്തെ ഇരിപ്പിടങ്ങൾ നോക്കുമ്പോൾ 78 നിരകളിലുള്ള ഒരു തിയേറ്ററാണത്. 10,000 പേരാണ്, 10,000 സീറ്റുകളാണ് അവിടെ ഉള്ളത്. കൂടാതെ നമുക്കിവിടെ എല്ലാം നോക്കുമ്പോൾ അവിടുത്തെ ഗ്രന്ഥശാലയാകട്ടെ, ഈ തിയേറ്റർ ആകട്ടെ, ഇതെല്ലാം സാത്താൻ വസിക്കുന്ന ഇടമായത് എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ ബുദ്ധിപരവും കലാപരവുമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചക്രവർത്തിയെയും അന്യദേവന്മാരെയും നമസ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പം ചക്രവർത്തി ആരാധന, അന്യദേവന്മാരെ ആരാധിക്കുന്ന കാര്യങ്ങൾ, ഇതിലൂടെയെല്ലാം
സാത്താൻ വസിക്കുന്ന ഇടം ആക്കി മാറ്റുകയാണ്. ഈ തിയേറ്ററിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഞ്ഞിൻ്റെ ദേവനായ ഡയോനിസിൻ്റെ ആഘോഷങ്ങളായിരുന്നു. സ്മരണസഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി, ഡയോനിസിസ് മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് ഡയോനിസിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത്, സ്മരണയിലുള്ളവരും ഒക്കെ. അപ്പോൾ ആ ഡയോനിസിനെ സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ സാത്താൻ വസിക്കുന്ന ഇടം ആയിട്ട് മാറുകയാണ്. ഇവിടെ ധാർമ്മികതയിലും അവർ സാത്താനെ വാഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ധാർമ്മികമായ ജീവിതം മനുഷ്യർ, അപ്പോൾ ധാർമ്മികതയിലും അവർ സാത്താനെ വാഴിച്ചു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സാത്താനെ വാഴിച്ചിരുന്നു, മതപരമായിട്ട് സാത്താനെ വാഴിച്ചിരുന്നു, സാംസ്കാരികപരമായിട്ട് സാത്താനെ വാഴിച്ചിരുന്നു. ഇവിടെ ധാർമ്മികമായ ജീവിതത്തിലും സാത്താനെ വാഴിക്കുകയാണ്. എങ്ങനെയെല്ലാമാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ഈ മേഖലകളിലൂടെ എല്ലാം ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതായത് സാഹിത്യപരമായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ലൈംഗികമായ അധാർമികത്വം പെർഗമോസ് എന്ന പട്ടണത്തിൽ, ആ പെർഗമോസ് എന്ന പട്ടണത്തിൻ്റെ രാഷ്ട്രീയവും മതപരവും സാംസ്കാരികവുമായ എല്ലാ പ്രവൃത്തികളിലും ലൈംഗികമായ അധാർമികത്വം നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ പട്ടണത്തിലെ ജനങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളായ, ഉദാഹരണത്തിന് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നതായ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 19-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുർന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഗലാത്യ സഭയോട് പറയുന്ന സമയത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അപ്പോൾ ഈ കൂടാതെ ആഭിചാരം, മന്ത്രവാദം, അതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അപ്പോൾ ഈ വെറിക്കൂത്തും മദ്യപാനവും ഒക്കെ ഇത് പ്രാക്ടീസ്, ഇതിൽ പരിശീലിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് പരിശീലിച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം ഇതിലേക്ക് പ്രാക്ടീസായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, കഴിയില്ലെന്നുള്ളതാണ്. അപ്പം ഇത് ദുർനിറപ്പുകളാണെങ്കിലും അശുദ്ധി, ദുഷ്കാമമാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കയറിപ്പോരാൻ ബുദ്ധിമുട്ടാണ്. ആഭിചാരം, മന്ത്രവാദം പരിശീലിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. പക, പിണക്കം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത് പകയും പിണക്കമൊക്കെ ഉള്ള ജീവിതം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പരിശീലിപ്പിക്കുന്നത് എങ്കിൽ ആ രീതിയിൽ നമ്മളെ തന്നെ ഈ രീതിയിലേക്ക് പരിശീലിച്ച് കഴിഞ്ഞ്, കാരണം ആദ്യം ഒന്നും സംഭവിക്കുന്നതായിട്ട് തോന്നൂല നമുക്ക്. ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമായിട്ട് തോന്നൂല. പക്ഷെ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം തന്നെ, അസൂയായാലും ദൊന്നുപക്ഷമായാലും ഭിന്നതയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്താൽ, മദ്യപാനമാകട്ടെ, വെറിക്കൂത്താകട്ടെ, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, ഇറങ്ങിപ്പോരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളായ ഇപ്രകാരമുള്ള ദുർമോഹങ്ങളും ഇവിടെ പറയണതായ അശുദ്ധികളും ഭോഗേച്ഛകളും മദ്യപാനങ്ങളും ഒക്കെ ഈ വെറിക്കൂത്തുകൾ കൊണ്ട് നിറഞ്ഞ, അതിലവർ അഗ്രഗണ്യന്മാരായിരുന്നു എന്ന് പറയുന്നു പെർഗമോസിനെ കുറിച്ച്. അവർ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഈ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞിരുന്നു. അവിടെ സാത്താൻ വാഴിക്കപ്പെടുകയാണ്. അപ്പം അവിടെ ജനങ്ങളുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും ജീവിതത്തിലും അവർ സാത്താനെ വാഴിക്കുകയാണ് ഈ കാര്യങ്ങളിലൂടെയെല്ലാം. അപ്പം ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ സാത്താൻ വസിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ സാരമെന്ന് നമ്മൾ ചോദിച്ചാൽ,
സാത്താന് അകത്തു നിന്നും പുറത്തു നിന്നും തൻ്റെ നേട്ടത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. സാത്താന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ സാത്താന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതിന് അവസരം കൊടുക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്നാൽ ഈ അതേ പ്രതലത്തിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പാക്കാനും സാധിക്കും. മനുഷ്യൻ ഡയറക്ഷൻ, അവൻ ഏത് കാര്യം, അപ്പം ഇവിടുത്തെ മാധ്യമം, സാഹിത്യം, അങ്ങനെയുള്ള സാംസ്കാരികപരമായ കാര്യങ്ങളെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണെങ്കിൽ, അങ്ങനെയുള്ളൊരു പരിശീലനമാണെങ്കിൽ, ഇപ്പം നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പോലെ 6-ാം അധ്യായത്തിൽ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇത് നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ നിൻ്റെ വായിൽ നിന്ന് ഇത് വരാൻ പാടുള്ളൂ. നിൻ്റെ മക്കളെ നീ ഇത് ഉപദേശിക്കണം. പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും അകത്തിരിക്കുമ്പോഴും ഒക്കെയും അവയെക്കുറിച്ച് നീ സംസാരിക്കണം. നിൻ്റെ ദൈവത്തെക്കുറിച്ച് നീ സംസാരിക്കണം. ഇങ്ങനെ ഒരു ജീവിത ശൈലി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എണീക്കുമ്പോൾ തന്നെ ദൈവത്തിങ്കിലേക്കാണ് മനുഷ്യൻ്റെ ശ്രദ്ധയെങ്കിൽ, നോട്ടമെങ്കിൽ, ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും പുറത്താകുമ്പോഴും അകത്തായിരിക്കുമ്പോഴും രാത്രിയും പകലും എന്നില്ലാതെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അടുക്കലാണ് മനുഷ്യൻ്റെ മനസ്സും ചിന്തയെങ്കിൽ, അപ്രകാരമുള്ളൊരു കാര്യത്തിലൂടെയാണ് പ്രാക്ടീസ് ചെയ്യണതെങ്കിൽ, അങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ആ പരിശീലനത്തിലൂടെ അതുപോലെ തന്നെ ആകാൻ പറ്റും. നമ്മൾ അതിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം, അവരുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, പരിശീലിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ നല്ലൊരു പരിശീലനത്തിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതേ പ്രതലത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ പറ്റും. ഇത് സാത്താൻ്റെ ഉദ്ദേശമാണ് നടപ്പാക്കുന്നത്. സാത്താൻ്റെ ഉദ്ദേശം നടപ്പാക്കുന്നു ഒരു പട്ടണം മുഴുവനും, രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും അധാർമികമായിട്ട്. അപ്പം അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ആയിരക്കണക്കിന് ആളുകളുടെ ചിന്ത ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിധത്തിൽ യാതൊരു മനസാക്ഷിയിലും, അതായത് മനസാക്ഷിയിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ, യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ദോഷ ദർശനമുള്ളവരും ഭോഗേച്ഛ ഉള്ളവരുമായി ഇങ്ങനെ സാത്താനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ്. സാത്താനെ കേന്ദ്രമാക്കി. അപ്പോൾ സാത്താൻ്റെ സ്വാധീനമുള്ള അത്തരം കേന്ദ്രങ്ങൾ ഇന്നും ധാരാളമുണ്ട്. സാത്താനെ പ്രവർത്തിക്കാൻ സാത്താൻ്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്ന അനവധി കാര്യങ്ങൾ ഇന്നും ലോകത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം എന്താ നടക്കുന്നത്? വെറിക്കൂത്തുകളും ക്ലബ്ബുകളിലും മറ്റ് പല കാര്യങ്ങളിലും സ്റ്റാർ ഹോട്ടലുകളിലും ഒക്കെ സംഭവിക്കുന്നത് എന്താണ്? ആഘോഷവേളകളിലെല്ലാം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെറിക്കൂത്തും മദ്യപാനവും മറ്റ് പല എല്ലാം മോശമായ കാര്യങ്ങളും. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇല്ലെങ്കിൽ ലോകത്തിലെ സകല മുഖ്യ പട്ടണങ്ങളിൽ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ജീവിതത്തിൽ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിലും ഭോഗാസക്തികൾക്ക് അവസരം കൊടുക്കുമ്പോൾ അവിടെയും അതാ സംഭവിക്കുന്നത്. കൂടാതെ ലൗകിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെല്ലാം ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഈ കാര്യത്തിൽ സാത്താനെ വാഴിക്കുന്നതിൽ. വാസ്തവത്തിൽ ആകാശവും ഭൂമിയും സർവ്വവും ഉണ്ടാക്കിയ ദൈവം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച സൃഷ്ടിയുടെ മകുടമായി നിർത്തിയ ദൈവം, നമുക്ക് ആന്തരികമായി ഒരു ആത്മീയമായ സൃഷ്ടി അല്ലെങ്കിൽ ആത്മാവുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ നിർമ്മിച്ച ദൈവം, ചിന്തിക്കാനും ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും തിരഞ്ഞെടുക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിവുള്ള മനുഷ്യജീവിതം, സൃഷ്ടാവിനെ അറിയുവാൻ
കഴിവോടുകൂടി സൃഷ്ടാവിനെ ആരാധിപ്പാൻ കഴിവോടുകൂടി നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് പകരം ആ ദൈവമാണ് എന്നെ നിർമ്മിച്ചത്, ഈ ലോകം മുഴുവനും നിർമ്മിച്ചത് ദൈവമാണെന്ന് പറയുന്നതിന് പകരം മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി, ലോകം പൊട്ടിത്തെറിച്ചുണ്ടായി എന്നുള്ള ഉപദേശങ്ങൾ, പഠിപ്പീരുകൾ ലോകത്തിൽ വന്നത് സാത്താൻ്റെ പ്രവർത്തനമാണത്. അവിടെയും പിശാച് വാഴുകയാണ്. ദൈവമാണ് ലോകമുണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത്, ജീവജാലങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നും ഈ ശ്വാസം തന്നേക്കുന്ന ദൈവമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, മഞ്ഞും മഴയും നൽകി ദൈവം കൃഷിയെ പരിപാലിക്കുന്ന ദൈവം. നമ്മൾ വിതക്കാരൻ വിത്ത് വിതക്കുന്നത് മാത്രമേ ഉള്ളൂ. വിത്ത് വിതയ്ക്കുന്നത്, അതിനെ മഴയും മഞ്ഞും വെയിലും ഒക്കെ നൽകി പരിപാലനം നൽകി അതിനെ മുളക്കുമാറാക്കുന്നത്, വളരുമാറാക്കുന്നത്, ഫലം കായ്ക്കുമാറാക്കുന്നത് ദൈവമാണ്. ഇതൊന്നും ഓർക്കാതെ മനുഷ്യൻ വെറുതെ പരിണമിച്ചുണ്ടായി, മൃഗത്തിൽ നിന്നുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ ഉപദേശങ്ങളെല്ലാം തന്നെ, ഈ ലൗകികമായ ഉപദേശങ്ങളിലൂടെയൊക്കെ പിശാച് വാഴുകയാണ്. ഇങ്ങനെയൊക്കെ അനുവദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിശാച് കേന്ദ്രമാക്കി വാഴുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതിന് തക്കതായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണ്. നല്ലത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ എപ്പോഴും നല്ലതാണ്. അതേസമയത്ത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ പിശാചിനാൽ എടുത്തുപയോഗിക്കപ്പെടുകയാണ്. സാഹിത്യങ്ങൾ നല്ലത് ഉണ്ട്, അതെപ്പോഴും നല്ലതാണ്. അതേസമയത്ത് അശ്ലീല സാഹിത്യങ്ങൾ, മോശമായ കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കുത്തി നിറക്കാൻ വേണ്ടി പിശാചി എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ, അതിലൂടെ പിശാചിന് വാഴുവാൻ പറ്റുകയാണ്. ആളുകളിലേക്ക്, എഴുതുന്നവരിലും അത് വായിക്കുന്നവരിലും പിശാചിന് വാഴുവാൻ, സാത്താനെ വസിക്കുവാൻ ഇടവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ മോശമായ സിനിമകൾ ലോകത്തിലുണ്ട്. അപ്പോൾ ഇതിലൂടെയെല്ലാം, പിന്നെ ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ഓരോ കാര്യങ്ങളിലൂടെയെല്ലാം സാത്താന് ലോകത്തിലേക്ക് എത്തുവാൻ വഴിയാണ്. പിശാചിന് ലോകത്തിലേക്ക് എത്താൻ, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യരിലേക്ക് എത്തുവാനുള്ള കേന്ദ്രങ്ങളാണിതെല്ലാം. സാത്താന് മനുഷ്യരിലേക്ക് എത്താനുള്ള, ലോകത്തിലേക്ക് എത്താനുള്ള കേന്ദ്രങ്ങളാണ് ഈ അവസരങ്ങളെല്ലാം തന്നെ. നമുക്ക് കാണാം, ഒരു ദൈവമകൻ്റെ ജീവിതത്തിൽ അവൻ്റെ കയ്യിലൊരു ഫോൺ വിശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ദൈവമകൻ്റെ കയ്യിൽ ഒരു ഫോൺ വിശുദ്ധമായിരിക്കും. അവൻ TV വിശുദ്ധമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം വിശുദ്ധമായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ഈ കാര്യങ്ങളിൽ അവൻ്റെ ചിന്തകളെ, മനുഷ്യന് അവൻ കേൾക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും ഒക്കെയാണ് അവൻ ചിന്തിക്കാനിടയാകുന്നത്. അപ്പോൾ ഏത് മോശമായ കാര്യമാണ് മനുഷ്യൻ ചിന്തിക്കുന്നതെങ്കിൽ, മോശമായ കാര്യങ്ങളാണ് അവൻ്റെ ഉള്ളിലേക്ക് കയറുന്നതെങ്കിൽ, മോശമായ കാര്യങ്ങളാണ് സംസാരത്തിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും പുറത്തേക്ക് വരുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് മോശമായ കാര്യങ്ങൾ നിറച്ചാൽ ആ കമ്പ്യൂട്ടർ പുറത്തേക്ക് തരുന്നത് മോശമായതായിരിക്കും. അതുപോലെ നല്ല കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ നിറച്ചാൽ ആ കമ്പ്യൂട്ടർ പുറത്തേക്ക് തരുന്നത് നല്ലതായിരിക്കും. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ സാഹിത്യത്തിലൂടെയും സിനിമകളിലൂടെയും മറ്റു ലോകത്തിൽ കാണുന്ന മറ്റു പല കാര്യങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെ ഒക്കെയും അശ്ലീലമായ കാര്യങ്ങളാണ് അകത്തേക്ക് വിടുന്നതെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മന്ത്രവാദത്തിലേക്കാണെങ്കിൽ അതായിരിക്കും അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം. ഒരു മദ്യപാനി അവൻ ആ രീതിയിലാകുന്നത് അവൻ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് അവൻ ആയിത്തീരുന്നത്. അവൻ എന്താണ് അകത്തേക്ക് വിടുന്നത് അതിനനുസരിച്ച് അവൻ്റെ കാഴ്ചപ്പാടും പ്രവൃത്തികളും എല്ലാം പുറത്തേക്ക് വരുന്നത് ആ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടെ ഓർമ്മിപ്പിച്ചത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതാണ്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും
ഘനമായതൊക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തി ആയതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കും. അപ്പോൾ എന്താണ് മനുഷ്യൻ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അവൻ കടത്തിവിടുന്നത് ചിന്തകളിലൂടെയാണ്. അവൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ. അപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലോകത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുമോ? സിനിമകളിൽ നിന്ന് കിട്ടുമോ? നല്ല കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, ഈ പ്രത്യേകമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലോകം പൊട്ടിത്തെറിച്ചുണ്ടാകുമെന്ന് പറയുന്ന പുസ്തകങ്ങളിൽ നിന്നാണോ? മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് നല്ലത്? ഒരിക്കലുമല്ല. ദൈവത്തെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. നല്ല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ, നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത്ര ശക്തമായ ഇത്രയും മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള ഏതൊരു പാപിയെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും അവനെ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ സഹായിച്ചിട്ടുള്ള ഒന്നാണ്. അത് കാലാകാലങ്ങളായി അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ സത്യമായത് എന്താണെന്ന് മനസ്സിലാക്കുവാനോ സാധ്യമല്ല. ലോകം മുഴുവനും നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ്. നുണയും കള്ളത്തരങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സത്യം എന്താണെന്ന് നമുക്ക് കാണുവാൻ എന്തിലേക്ക് നാം തിരിയണം? മനുഷ്യന് പ്രയോജനമായ, എന്നെ നശിപ്പിക്കാത്ത കാര്യങ്ങൾ, എനിക്ക് ഗുണകരമായ കാര്യങ്ങൾ എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഈ സമയത്ത് എൻ്റെ ശ്വാസം നിലച്ചാൽ ഞാൻ വേറെ സ്ഥലത്തേക്കാണ് ആകുന്നത്. ഇന്ന് എൻ്റെ ശ്വാസം അല്പസമയത്തേക്കേ ഉള്ളൂ ലോകത്തിൽ. അത് മനുഷ്യൻ്റെ 50 വയസ്സും 100 വയസ്സും ഒക്കെ ആയിട്ടുള്ള ഈ ചുരുങ്ങിയ ഒരു ആയുസ്, ഇതിനപ്പുറം ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയാണ്. ആ നിത്യതയിലേക്ക് മനുഷ്യൻ കടന്നു പോകാൻ പോവുകയാണ്. ഇന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോണത്. മനുഷ്യൻ ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയാണ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവസാനം കൊയ്യും. നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. വിതയ്ക്കൊരു കൊയ്ത്തുണ്ട്, അത് സംഭവിക്കും. നമ്മൾ എന്ത് വിതച്ചോ അതിനനുസരിച്ച്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. നമ്മുടെ ചിന്തകൾ ആത്മീയമായിരിക്കാൻ, സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമോ പുകഴ്ച ഇതൊക്കെയും ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പെർഗാമ സഭയുടെ ഒരവസ്ഥ നമ്മൾ കണ്ടു. സാത്താൻ വാഴുകയാണ്. സാത്താനെ വാഴിക്കാനുള്ള എല്ലാ മേഖലയും അവിടെയുണ്ട്. രാജാക്കന്മാരെ ആരാധിക്കുന്നതിലൂടെയും അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലൂടെയും മതപരമായിട്ട് സാംസ്കാരികപരമായിട്ട് അവരുടെ എഴുത്തുകൾ തന്നെ, കൂടാതെ അവരുടെ അധാർമിക ജീവിതം, ഇതിലൂടെയെല്ലാം പിശാചിന് ലോകത്തിലേക്ക് അവരിലേക്ക് എത്താൻ വഴി തുറന്നു കൊടുക്കുകയാണ്. പിശാചിന് കേന്ദ്രമായി വസിക്കുവാൻ, വാഴുവാൻ അവസരം കൊടുത്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാൻ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ, മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, അകത്തേക്ക് ദൈവികമായത് കടത്തിവിടുവാൻ ഇടയാകട്ടെ. അത് നമ്മളെ നയിക്കും, നിയന്ത്രിക്കും. അത് നമ്മളെ മുമ്പോട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സുറപ്പിച്ച് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം ഈ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. പിശാച് വാഴുവാനല്ല, ദൈവം വാഴുവാൻ സഹായിക്കട്ടെ. താങ്ക് യു.